ഞാനൊരു പാട്ട് നിങ്ങൾക്ക് വേണ്ടി പാടുകയാണ്. ഗോഡ് ഫാദർ എന്ന സിനിമയിൽ നിന്നാണ് ആ ഗാനം. നീർപ്പളുങ്കുകൾ ചിതറി വീഴുമീ നിമിഷസാഗരം ശാന്തമാകുമോ? അകലെ അകലെ എവിടെയോ നോവിന്നലഞ്ഞൊറിഞ്ഞുവോ? നീർപ്പളുങ്കുകൾ ചിതറി വീഴുമീ നിമിഷസാഗരം ശാന്തമാകുമോ? ശാന്തമാകുമോ? ഇന്നത്തെ അതിഥി ഒരു പ്രത്യേക അതിഥിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ ഒരു ചെറിയ ഇൻട്രഡക്ഷൻ വേണമല്ലോ. ഒരു ചാനലിൽ മത്സരാർത്ഥിയായിട്ട് വന്നു, എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റി. അതിനുശേഷം ചെറുതായിട്ട് സീരിയലിൽ അങ്ങനെയൊക്കെ കൂടി കയറി. അതിനുശേഷം ചെറുതായിട്ട് സിനിമയിൽ വന്നു. ഇപ്പം ഏത് സിനിമ എടുത്താലും അദ്ദേഹം ആ സിനിമയിലുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട മഞ്ജു പത്രോസ്. നമസ്കാരം. നമസ്കാരം. എന്താ പറയാൻ നേടാം, പണം നേടാം. ഈ ഷോയിൽ വന്നതിൽ ആദ്യമേ തന്നെ ഞാൻ നന്ദി പറയുന്നു. അയ്യോ, താങ്ക് യു സോ മച്ച്. ഞാൻ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ ഇതുവരെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. കാരണം ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ എങ്ങനെ പ്രോഗ്രാംസിലായിരിക്കും അല്ലേ? പ്രോഗ്രാംസിലൊന്നുമല്ല. എൻ്റെ വീട് കിഴക്കമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പണ്ട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ കിറ്റക്സിന്റെ ഒരു പ്രോഗ്രാമിന് ഗാനമേളയ്ക്ക് ശ്രീയേട്ടനും അതുപോലെ രാധിക തിലകവും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ആർത്തി പിടിച്ച് നമുക്കറിയാം, റേഡിയോയിൽ മാത്രം കേട്ടിട്ടുള്ള ഒരു ശബ്ദമല്ലേ. അപ്പൊ അങ്ങനെ ദൂരെന്നേ കണ്ടിട്ടുണ്ട്. മഞ്ജു, എന്തോ ആദ്യമായിട്ട് ഞാൻ മഞ്ജുവിനെ കാണുന്നത് ഞാൻ മോഹൻലാൽ ഡബ് ചെയ്യാൻ വരുമ്പോഴാണ്. മുന്തിരിവള്ളികൾ എന്ന ചിത്രത്തിൽ ഞാൻ മോഹൻലാലിന് ഡബിങ്ങിന് ഇരിക്കുന്നു. ഞാൻ കയറി ചെല്ലുമ്പം ആ മീൻകറി കൊണ്ടുവരട്ടെ സാറേ, ആ സീനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് നോക്കുന്നു. അപ്പോൾ ശ്രീകുട്ടി മനസ്സിലായി ഇതാരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, മനസ്സിലായില്ല എന്ന്. അപ്പോൾ ഇതാണ് മഞ്ജു എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റാണ്, വെരി ടാലൻറ്റഡ് ആർട്ടിസ്റ്റാണ്, ഒറ്റാണ് വർഷം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറയുന്ന പോലെ എനിക്ക് കണ്ട ഉടനെ തന്നെ എനിക്ക് ആക്ടിങ്, അതായത് ആ ചോദ്യവും എന്താണ് ആ പറയുന്നതും നോട്ടവും ബാക്കിയിലേക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി ഒരുപക്ഷെ പിന്നെ ഇത് ഇവിടുത്തെ അളിയൻസ് വേഴ്സസ് അളിയനിലല്ലേ? അതെ 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 അതെ. ആദ്യമായിട്ടല്ല, ഞാൻ അധികം ചെയ്തിട്ടില്ല ചേട്ടാ. ഞാൻ മറിമായാണ് ചെയ്ത് തുടങ്ങിയത്. പിന്നെ മീഡിയ വണ്ണിൽ ഒരെണ്ണം ചെയ്തു. അതിന് ശേഷമാണ് അളിയൻ വേഴ്സസ് അളിയൻ. അത് 500ഓളം എപ്പിസോഡ് പോയൊരു പ്രോഗ്രാമാണ്. നല്ല പ്രോഗ്രാമായിരുന്നു. സിനിമയിൽ എങ്ങനെ വന്നു? സിനിമയില് മറിമായം കഴിഞ്ഞപ്പോ, മറിമായം ചെയ്തോണ്ടിരുന്നപ്പോ ഇങ്ങനെ വിളിച്ച് സിനിമയിൽ ഇങ്ങനെ വിളിച്ചു. ഏത് സിനിമയാണ് ആദ്യം ചെയ്തത്? അതിനകത്ത് തന്നെ മണികണ്ഠൻ പട്ടാമ്പി എന്ന് പറഞ്ഞ ചേട്ടനില്ലേ മറിമായത്തിൽ അഭിനയിക്കുന്നത്. മണിയേട്ടൻ ഓടും രാജ ആടും റാണി എന്ന് പറഞ്ഞിട്ട് ഒരു പടത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതി. അപ്പൊ മണിയേട്ടനാണ് ആദ്യം ഇങ്ങനെ അഭിനയിക്കണം, സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞത്. പക്ഷെ റിലീസ് ചെയ്തത് ടമാർപടാർ എന്ന് പറഞ്ഞിട്ട് പൃഥ്വിരാജിന്റെ ഒരു പടം ഉണ്ടായിരുന്നു. അതാണ്, അതിനുശേഷമാണ് അതിനകത്ത് അഭിനയിക്കാൻ പോയത്. പക്ഷെ ഫസ്റ്റ് റിലീസ് ചെയ്തത് അതാ. ഇപ്പൊ കുറേ ചിത്രങ്ങളായി അല്ലേ? അങ്ങനെയൊന്നുമില്ല. ലേറ്റസ്റ്റ് ഇനി റിലീസ് ചെയ്യാൻ കുറെ കാണുമല്ലോ? ഇല്ല, ഞാന് കുറച്ചുനാൾ വേറൊരു റിയാലിറ്റി ഷോയിൽ പോയായിരുന്നു. അപ്പോൾ ആ സമയത്ത് പിന്നെ പടമൊന്നും ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും കൊറോണ വന്നല്ലോ. അങ്ങനെ ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് വീട്ടിലേക്ക് കൊറോണ. അതാണ് ചിലര് പറയുന്നുണ്ട് ചൈനയിൽ നിന്ന് ഇറക്കി വിട്ടതാണ് നമ്മളെ പറയുന്നു, ചിലർ പറയുന്നു വുഹാൻ. ഞാൻ വുഹാൻ അല്ല, ഞാൻ അവിടെ വേറെ കുറെ മാർക്കറ്റിൽ പോയിരുന്നു. ഞാൻ ചൈനയിൽ പോയിരുന്നപ്പോഴത്തേക്ക് അതിന് ഒരിത്തിരി എന്താണ് പറയുന്നത്, നമുക്കൊരു മനസ്സിനൊരു ശക്തി വേണം. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പാമ്പിനെ ഒക്കെ കൊല്ലുന്നുണ്ട് കഴിഞ്ഞാല് നമ്മളൊക്കെ ഇവിടെ എല്ലാത്തിനും തിന്നൂന്ന് പറഞ്ഞ എല്ലാത്തിനും കഴിക്കാം. പക്ഷെ ആ മനുഷ്യരെ കണ്ടു നോക്കിയല്ലേ, എന്തൊരു സാധുക്കളാവട്ടെ. വെളുവിളാന്നിരിക്കണത് മാത്രമല്ല സാറേ, കണ്ണൊന്നുമില്ല, മൂക്കൊക്കെ ഇതാക്കി ഒന്നിനും ഉപദ്രവിക്കാത്ത സാധു മനുഷ്യരെ പോലെ അല്ലേ ഇരിക്കുന്നേ.
അല്ല എനിക്ക് ഞാൻ ആ മാർക്കറ്റിൽ കയറിയിട്ട് കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അതിൽ പട്ടി, പന്നി എന്ന് വേണ്ട അവിടെ. പിന്നെ ഒരു ബോർഡ് കണ്ടായിരുന്നു യാത്ര ചെയ്യുന്നിടത്ത്, വിട്ടിലില്ലേ, വിട്ടില്, നമ്മളിവിടെ ചാടുന്ന വിട്ടിൽ ഫ്രൈ. അത് ചിലപ്പോ ഈ നമ്മളെ കാണുന്ന വീട്ടിലായിരിക്കും, അതിന് വേണ്ടി വളർത്തണതാണോ ആവോ? എങ്ങനെയാ എവിടെന്നെങ്കിലും കൊണ്ടുവരുന്നതായിരിക്കും വീട്ടില്. പിന്നെ നമ്മള് സാധാരണ പാമ്പിനെ കാണുമ്പം നമുക്കല്ലേ പേടി. ഇത് പാമ്പ് കൂട്ടിനകത്ത് ഇറങ്ങുമ്പോൾ അതിന്റെ അടുത്തോട്ട് പോകുമ്പോൾ പാമ്പിനാണ് പേടി, എന്നെ പിടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട്. എന്തായാലും നമുക്ക് മത്സരം ആരംഭിക്കാം. അയ്യോ പേടിയാണ്. ഒരു പാട്ടോട് കൂടി ആരംഭിച്ചാലോ? അതിനു മുമ്പ് എനിക്കൊരു ആഗ്രഹമുണ്ട്, അത് ഞാൻ പറയും. അത് ശ്രീയുടെ സാധിച്ചു തന്നെ. അത് ഞാൻ പറഞ്ഞോളാം. വലിയ ആഗ്രഹമൊന്നുമല്ല, ശ്രീയെ കൊണ്ട് പറ്റൂ. എന്റെ ആ ആഗ്രഹം സാധിക്കാൻ ശ്രീയേട്ടന് മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് മഞ്ജുവിന്റെ ഒരു പാട്ടോടുകൂടി നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. അതിനും ഒരു കാര്യം പറയട്ടെ ശ്രീയേട്ടാ, ഞങ്ങളുടെയൊക്കെ വീട്ടിൽ കുഞ്ഞിലെ ശ്രീയേട്ടനൊക്കെ അങ്ങനെയായിരിക്കും, TV ഒന്നും ഉണ്ടാവൂലല്ലോ, റേഡിയോയിലാണ് കേൾക്കുന്നത്. അപ്പോൾ വാർത്ത കഴിഞ്ഞ് 1 മണിയാവുമ്പോൾ അടുത്തത് ചലച്ചിത്ര ഗാനങ്ങൾ എന്ന് പറയും. 1 മണി മുതൽ 2 മണി വരെ ചലച്ചിത്ര ഗാനങ്ങളാണ്. അങ്ങനെ അപ്പോൾ ഈ പാട്ടുകളിലെല്ലാം അടുത്ത ഗാനം പാടുന്നത് MG ശ്രീകുമാർ, ചിത്ര എന്ന് പറഞ്ഞിട്ട് സിനിമയുടെ പേര് പറയും. അപ്പം ഞങ്ങൾ ഈ 1 മണി മുതൽ 2 മണി വരെ ഇത് അങ്ങനെ കേട്ട് 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 പഴകിയ ശബ്ദമാണ് ശ്രീയേട്ടൻ്റെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ TV-യിൽ അന്നൊന്നും നമുക്കിങ്ങനെ TV-യിൽ കാണാൻ പറ്റില്ലല്ലോ. ഈ പാട്ട് ബുക്കിൻ്റെ ഫ്രണ്ട് പേജിലൊക്കെയാണ് നിങ്ങളുടെയൊക്കെ തല കാണുന്നത്. അത് കഴിഞ്ഞ് അങ്ങനെ ഒരാളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നതിനകത്ത് എന്താ പറയുക, ഭയങ്കര സന്തോഷം. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, 3 സെഗ്മെന്റ് ആണ്. കേറി വാടാ മക്കളെ, സഫാരി ഗിരിഗിരി, അറിയാമല്ലോ, രാജമാണിക്യം. അപ്പം ആദ്യം നമ്മുടെ തുടക്കം കേറി വാടാ മക്കളെ. ഇന്നത്തെ ചോദ്യം മുഴുവൻ ഏയ് ഓട്ടോ എന്ന ചിത്രത്തിൽ നിന്നാണ്. ശ്രീനിവാസൻ, ഒരുപാട് പേരുണ്ട്. കാരണം നന്ദു, നമ്മുടെ നടൻ നന്ദു, പിന്നെ ഇത് മണിയമ്പിള്ളയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തത്. ഇന്ന് വേണ്ട ഒരു വലിയ സംഭവമാണ്. ഇതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ഈ സുന്ദരി ഒന്നൊരുങ്ങിയല്ലേ, ആ പാട്ടിന്റെ ഒക്കെ കഥകൾ പറയാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ട്. എന്തായാലും കേറി വാടാ മക്കളയിൽ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. ഓക്കെ, കേറി വാടാ മക്കളയിൽ ആദ്യത്തെ ചോദ്യം ഇതാ. ഏയ് ഓട്ടോ എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? A. പ്രിയദർശൻ, B. വേണുനാഗവള്ളി, C. ഫാസിൽ. അതിനെനിക്ക് ഓപ്ഷൻ വേണ്ടായിരുന്നു. വേണുനാഗവള്ളി സാറ്. B. വേണുനാഗവള്ളി. ചേട്ടനെ ഞാൻ ഇവിടെ പിടിച്ച് പൂട്ടിയിട്ടിരിക്കുകയാണ്. പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്? എന്റെ വീട്ടില് പപ്പ, അമ്മിച്ചി, എനിക്കൊരു ആങ്ങളയുണ്ട്, പിന്നെ സുനിച്ചൻ മോൻ, സുനിച്ചൻ ഹസ്ബൻഡ്. സുനിച്ചൻ എന്ത് ചെയ്യുന്നു? സുനിച്ചൻ ഇവിടെ ഋതം വായിക്കുന്ന ആളാ. ഏത്? ഇങ്ങനെ പുള്ളിയൊന്നും ഇങ്ങനെയാണ്. എനിക്കതിനെ പറ്റി വലിയ ബോക്സോ അതോ പാഡോ? പെർക്യൂഷൻസ് ഒക്കെ വായിക്കും. പെർക്യൂഷൻസ്, പിന്നെ പാഡ്, കമ്പോസർ. അപ്പൊ ഇപ്പം വർക്ക് വളരെ കുറവായിരിക്കുമല്ലോ. കുറവാണ്. സുനിച്ചൻ ഷാർജയിലാ. ഇവിടെ ഉണ്ടായിരുന്നു ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട്, അവിടെ അങ്ങോട്ട് പോയതാ. പിന്നെ അപ്പോഴാണ് കൊറോണയൊക്കെ വന്ന് ആകെ ലോക്ക്ഡൌൺ ആയി പോയി. പിന്നെ അവിടെ തന്നെ ഇപ്പൊ അവര് ചെറിയ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ. ഒരു വീഡിയോ കണ്ട പോലുണ്ട് യൂട്യൂബിൽ, എന്തോ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം വിളിക്കാറുണ്ടോ? പിന്നെ അപ്പൊ അന്വേഷണം പറയാ ഉറപ്പായിട്ടും എല്ലായിടത്തും. എന്റെ അമ്മച്ചി റീത്തമ്മ, റീത്താമ്മയ്ക്കും പത്രോസിനും എന്റെ മോൻ ബെർണാച്ചനും ഹായ് പറയണം. എല്ലാവർക്കും 3 പേർക്കും ഒരു ഹായ്. പിന്നെ സുനിച്ചനും. പിന്നെ സുനിച്ചന് തീർച്ചയായിട്ടും ഒരു വലിയ ഹായ്. സോ ബി വേണുനാഗവള്ളി ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 1000 രൂപ ഇതാ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നു. വെറുതെ കിട്ടി 1000 രൂപ വെറുതെ ഇരുന്നപ്പോ. അതാണല്ലോ അതിന്റെ ഒരു ഇത്.